നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളത്തെ ദിനം 1201 മിഥുനമാസം 28-ാം തീയതി, അതായത് 2026 ജൂലൈ മാസം 12-ാം തീയതി രവിവാരം ഞായറാഴ്ച. നാളെ ഞായറാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:13, അസ്തമയം വൈകിട്ട് 6:47. ഞായറാഴ്ചത്തെ രാഹുകാലം പ്രേക്ഷകർക്കറിയാം, 4:30 മുതൽ 6 മണി വരെയുള്ള വൈകിട്ടത്തെ സമയം. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ വളരെ ദുർബലമായ ത്രയോദശി തിഥിയാണ്. ചന്ദ്രനിത അമാവാസിയോട് വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു. നാളത്തെ നക്ഷത്രം കാലത്ത് 8:25 വരെ രോഹിണി നക്ഷത്രവും 8:25 കഴിഞ്ഞാൽ മകീര നക്ഷത്രവുമാണ്. രണ്ട് നക്ഷത്രങ്ങളും ശുഭനക്ഷത്രങ്ങൾ. രോഹിണിയും മകേര്യവും എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കും. അത് ചോറൂണായാലും വിവാഹ വിഷയമായാലും യാത്രാ വിഷയമായാലും വിദ്യാരംഭത്തിനും ഈ നക്ഷത്രങ്ങളൊക്കെ വളരെ ഉത്തമ നക്ഷത്രങ്ങളാണ്, രോഹിണിയായാലും മകേര്യമായാലും. പക്ഷേ ഇവിടെ രോഹിണി നക്ഷത്രത്തിനൊക്കെ വളരെയധികം ബലം വരിക വെളുത്തപക്ഷത്തിലാണെങ്കിലാണ്. ഇവിടെ കറുത്തപക്ഷം വളരെ ദുർബലമാണ് എന്ന് ഞാൻ പറഞ്ഞു. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് രോഹിണി നക്ഷത്രമാകയാൽ ദേവീക്ഷേത്ര വഴിപാടുകളും വൈകിട്ട് മകേരി നക്ഷത്രം ഭദ്രകാളി വിധാനമായ പ്രാർത്ഥനകൾക്കും വളരെ നല്ലതാണ്. കാരണം മകേരി നക്ഷത്രം ചൊവ്വ ഇന്ന് നിൽക്കുന്നത് ഏത് രാശിയിലാണ്? ഇടവൻ രാശിയിലാണ്. ഇടവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെ നാം പ്രാർത്ഥിക്കും. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഃ എന്നാണ് കാളിമന്ത്രം. ചന്ദ്രൻ പക്ഷേ എന്താണ്? ദുർഗാ ശീതകരവും സബലി. ബലമുള്ള ചന്ദ്രൻ ദുർഗയാണ്. മറിച്ച് മേടവൃശ്ചികത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ കൊണ്ട് ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും നാളത്തെ ദിനം ഞായറാഴ്ചയാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം വളരെ നല്ലതാണ്. വടക്കൻ മലബാറിലെ ഭദ്രകാളി ക്ഷേത്രത്തിലെല്ലാം തന്നെ ഭദ്രകാളിയുടെ പ്രഭാവം വളരെ കൂടുതലുള്ളതിനാൽ അവിടെ ശിവനെ കാണാം. അത് വളയനാട് കാവായാലും മാമാനത്തമ്പലമായാലും ഒക്കെ തന്നെ നമുക്ക് അതിശക്തമായി ഭദ്രകാളിക്ക് വശത്തായി ആ കാളിയുടെ പ്രഭാവത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ശൈവമായ ശിവൻ്റെ ആരാധനയെ കാണാം. പിന്നെ അഷ്ടദിക്പാലകരെ കാണാം. ക്ഷേത്രപാലൻ എന്ന വലിയ സങ്കല്പമുണ്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ. ക്ഷേത്രപാലൻ, ക്ഷേത്ര സംരക്ഷകൻ. ഏതായാലും നാളത്തെ ദിനം ഒരു ശുഭ ദിനമായി മാറട്ടെ. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഏറ്റവും നല്ല അനുകൂലമായ സമയം മുഹൂർത്തവും നാളെ 11:15 മുതൽ 12:15 വരെയുള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി എടുക്കുക. നന്ദി, നമസ്തേ.